അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഞാൻ ദിൽഷാദ് കേരളപുരം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് കൊല്ലം ജില്ലയിലെ കേരളപുരം എന്ന പ്രദേശത്ത് ഉഷാകുമാരി എന്ന ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഞാനും സുഹൃത്തുക്കളും ഇപ്പോൾ ഉള്ളത്. ഈ സഹോദരി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചെറിയ വയറിന് ഒരു ബുദ്ധിമുട്ട് വരികയും പിന്നീട് ആ വയറിന്റെ വലിപ്പം കൂടിക്കൂടി വരികയും താങ്ങാൻ കഴിയാത്ത നിലയിൽ ആ വയറിന്റെ വലിപ്പം കൂടുകയും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ അത് ക്യാൻസർ ആണ് എന്ന് തെളിയുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഈ അസുഖത്തിന് വേണ്ടിയിട്ട് ഈ സഹോദരിക്കോ കുടുംബത്തിനോ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഈ സഹോദരി നിലവിൽ ഈ കിടപ്പിലാണ് വീടിന്റെ ഉള്ളിൽ. ഈ സഹോദരിക്ക് എഴുന്നേറ്റ് നടക്കുവാനോ സ്വതന്ത്രമായി ഒന്ന് നിൽക്കുവാനോ ഒന്ന് ഭക്ഷണം കഴിക്കുവാനോ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇതിന് പര്യാപ്തമായ ചികിത്സയോ അതല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് ഇതിന് പര്യാപ്തമായ ചികിത്സയ്ക്കുള്ള ഒരു ദിവസമോ ഒന്നും പറയാത്തതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ആ ആശുപത്രി എറണാകുളത്തെ ലേക്ക് ഷോറിലേക്ക് ഈ സഹോദരിയെ തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ സഹോദരിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ സഹോദരി നിലവിൽ ഈ അസുഖത്തിന് വേണ്ടി ചികിത്സിക്കണമെങ്കിൽ എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഈ സഹോദരിയുടെ ഈ അസുഖത്തിന് ചികിത്സിക്കേണ്ടുന്ന അതല്ലെങ്കിൽ ഇതിന് സർജറി നടത്തുന്നതിന്റെ തുക 2.5 ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സഹോദരിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഭർത്താവായ ഈ സഹോദരൻ, ഇദ്ദേഹം കൂലിപ്പണിക്കാരനാണ്. ദിനംപ്രതി വളരെ തുച്ഛമായ വരുമാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സഹോദരിക്ക് അസുഖമായി വീടിന്റെ ഉള്ളിൽ കിടപ്പായതിനു ശേഷം ശുശ്രൂഷിക്കുവാനോ നോക്കുവാനോ ആരുമില്ലാത്ത ഈ ഒരു അവസരത്തിൽ ആ സഹോദരൻ മാസങ്ങളായി ജോലിക്ക് പോകാതെ ഈ സഹോദരിയോടൊപ്പം തന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന 2 ചെറിയ മക്കളാണ് ആകെയുള്ളത്. വാടക വീട്ടിലാണ് താമസം. മാസങ്ങളായി വീടിന്റെ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ സഹോദരി ഉള്ളത്. ആ സഹോദരിയുടെ 1-2 വാക്കിലേക്ക് നമുക്ക് വരാം. ചേച്ചി, എത്ര ദിവസമായി ഇപ്പോ ഈ ഒരു അസുഖം ആരംഭിച്ചിട്ട്? 2 മാസം. ജാനുവരി 27 നമ്മൾ മെഡിക്കലിൽ പോയത്. മെഡിക്കൽ കോളേജുകാർ എന്താ പറഞ്ഞത്? അവര് പറയുന്നത് ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ 6 ദിവസം ആദ്യം കിടത്തിയിട്ട് അവര് രോഗത്തിന്റെ നിർണയങ്ങളൊന്നും പറഞ്ഞില്ല. ആദ്യം അവര് പറഞ്ഞ് കരളിനെ ബാധിക്കുന്ന അസുഖമാണെന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് എന്നെ ഒരാഴ്ച അവിടെ കിടത്തി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവർ 16,000 രൂപയുടെ മെഡിസിൻ നമ്മളെ കൊണ്ടുവച്ചു. ഇവിടെ കൊണ്ടുവന്നു നമ്മളെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നു. അവിടെ ആദ്യം നമുക്ക് കൊടുത്തിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടുന്നതിന് മുമ്പ് നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിൽ വന്നു. പിന്നെ നമ്മൾ പോയി സ്കാനിങ്ങിന്റെ റിപ്പോർട്ടും എല്ലാം വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ നമ്മൾ വീണ്ടും ചെന്നപ്പോൾ അവര് നമ്മളെ അപ്പുറത്തോട്ട് വിട്ടു, അതായത് ഗൈനക്കോളജിന്റെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് എന്നെ റേഡിയേഷൻ, അതായത് മഴാദേവൻ ഡോക്ടറുടെ ഹോസ്പിറ്റലിലോട്ട് 3 ദിവസമാക്കി. അവിടുന്ന് അവർ എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് ഇതിൽ നിന്ന് ഈ മുഴയ്ക്കകത്തുനിന്ന് കുത്തിയെടുത്ത് RCCക്ക് അയച്ചു. അതിൻ്റെ റിപ്പോർട്ട് 22 ദിവസമായിട്ടും കിട്ടിയില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ഹസ്ബൻഡ് പോയി അവിടെ ചെന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് രോഗനിർണയം നമുക്ക് ഇന്നതാണെന്ന് മനസ്സിലായത്. നമ്മൾ ആദ്യം പിന്നെ ഈ രോഗമാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പം ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞ ഈ റിസൾട്ടുമായിട്ട് നമ്മൾ മെനഞ്ഞാന്ന് പോയി ചെന്നപ്പോൾ അവിടെ അതിൻ്റെ മുമ്പ് തന്നെ ചൊവ്വാഴ്ച ദിവസം കൊല്ലത്ത് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി 3 കുപ്പി വെള്ളം ഇതിനകത്തുനിന്ന് 11 ലിറ്റർ വെള്ളം ഓരോ ദിവസവും വയറിലോട്ട് മറിയുക. ഒന്നരാടം 2-3 ദിവസം ഇടവിട്ട് വെള്ളം കുത്തിയെടുത്തുകൊണ്ടെന്നല്ലാതെ യാതൊന്നുമില്ല. ആ മഹാദേവൻ ഡോക്ടറെ അടുത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ 3 ദിവസം അവിടെ കിടന്ന് മരുന്ന് നമ്മളെ കൊണ്ട് പുറത്തുനിന്ന് എടുപ്പിച്ച് ചെയ്യിച്ചു. പിന്നെ നമ്മൾ വരാൻ നേരം 5 ദിവസത്തെ മരുന്ന്. പിന്നെ ഇത്രയും ദിവസമായിട്ട് നമുക്ക് മരുന്നില്ല. ഇന്നലെ നമ്മൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ ഇന്നലെ നമ്മൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി ചെന്നപ്പോൾ അവർ പറഞ്ഞേക്കുന്നത്
എൻ്റെ ഈ റിസൾട്ടിൻ്റെ റിപ്പോർട്ടെല്ലാം വാങ്ങിച്ച് അവർ കോപ്പി എടുത്ത് വെച്ചിട്ട് അവർ ഡോക്ടർമാരെല്ലാം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മീറ്റിങ്ങിൽ കൂടിയിട്ട് നമ്മളെ തിങ്കളാഴ്ചയ്ക്ക് ആകുമ്പോൾ അവർ വിളിച്ചില്ലെന്ന് കണ്ടാൽ അവരെ അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ചെല്ലുമ്പോൾ അവരെന്തോ ആലോചിച്ചതിന് ശേഷമേ മറുപടി പറയത്തുള്ളൂ. ഇപ്പൊ നിലവിലിപ്പോ എറണാകുളത്ത് ഹോസ്പിറ്റലില് പിന്നെ എന്താ അവിടുത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർ പറഞ്ഞേക്കുന്നത് 2.5 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്. ഇനിയും കൂടുതൽ ദിവസം ഇത് വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. പക്ഷെ നമ്മളിവിടെ മെഡിക്കലിൽ ചെന്നപ്പോൾ ഇവര് പറഞ്ഞേക്കുന്നത് നിലവിലിപ്പോ ഈ പൈസക്ക് എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തി യാതൊരു മാർഗവും നമുക്കില്ല. ഒരു 10 പൈസയുടെ സഹായം ഇപ്പൊ നിലവിൽ എടുക്കാൻ എൻ്റെ കയ്യിലില്ല. നിത്യചെലവൊക്കെ എന്റെ നിത്യചെലവെന്ന് പറയുന്നത് എല്ലാവരും സഹായിക്കുന്നു. അങ്ങ് നമ്മുടെ നാട്ടുകാർ നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇപ്പം വരെ ഈ വീട് കഴിഞ്ഞിരിക്കുന്നു. കാര്യം എൻ്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റുന്നു. പിന്നെ എൻ്റെ ആളുകളൊന്നും സമ്പത്തുള്ളവരല്ല, എല്ലാവരും കൂലിപ്പണിക്കാരാണ്. അപ്പോ നിലവില് ഇതൊക്കെയാണ് ഈ സഹോദരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങൾ ഈ വീഡിയോടൊപ്പം ഈ സഹോദരിയുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇത് കാണുന്ന മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും ഈ സഹോദരിക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്ത് ഈ സഹോദരിയെ ഈ ഒരു ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ നിങ്ങൾ ഏവരും ശ്രമിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.